ഒരു ഈസി പാവയ്ക്കാത്തോരൻ്റെ റെസിപ്പിയാണ്. ഒരു പാവയ്ക്കാനെ കഴുകി വൃത്തിയാക്കി കണ്ടില്ലേ, ഇങ്ങനെ നാലായിട്ട് വരിഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞേക്കണേ. അരിഞ്ഞിട്ട് ഒരു ബൗളിലോട്ട് ആദ്യം നമുക്ക് പാവയ്ക്ക അരിഞ്ഞതിന് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അവിടെ മാറ്റി വെച്ചേരേ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ കയ്പ്പ് രസം അങ്ങ് മാറിപ്പോവാനാണ്. കണ്ടില്ലേ, ഈ കയ്പ്പ് ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കോ പാവയ്ക്കാത്തോരനാന്ന് പോലും പറയില്ല, അത്ര ടേസ്റ്റി പിള്ളേരൊക്കെ തിന്നോളും കേട്ടോ, ഇങ്ങനെ കയ്പ്പ് മാറ്റി കൊടുക്കാമെങ്കിൽ. വലിയവർക്ക് പിന്നെ കുഴപ്പമില്ലല്ലോ, അതിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും കയ്പ്പ് കഴിക്കും. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയതാണ്. ഇതുപോലെ പിഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞ് പാവയ്ക്കാനെ മാറ്റി വെക്കാം. എന്നിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പം ഉണക്കമുളകും ഇട്ട് വേപ്പിലയിട്ട് ആ ചെറിയ ഉള്ളിയാണ്, ഞാനൊരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇടണേ. എല്ലാം ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിഴിഞ്ഞ് വെച്ചേക്കുന്ന പാവയ്ക്കായില്ലേ അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് വഴറ്റി ഒന്ന് തട്ടിപ്പൊത്തി പാവയ്ക്ക ഒന്ന് വെന്തോട്ടെ, ഒന്ന് ആവി കയറിക്കോട്ടെ, ഒന്ന് തട്ടിപ്പൊത്തി അതവിടെ വെക്കാം. കണ്ടില്ലേ, നല്ലപോലെ ആവി കയറിയപ്പം തന്നെ പാവയ്ക്ക വെന്ത്. അതിലോട്ട് 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് മിക്സാക്കി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിടണേ. നോക്കിയിട്ട് കണ്ടില്ലേ, ഈസി ടേസ്റ്റി പാവയ്ക്കാത്തോരൻ റെഡി. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് പാവയ്ക്കാത്തോരൻ നല്ല സലാഡ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നല്ലൊരു ഉള്ളിത്തീയലിൻ്റെ റെസിപ്പിയാണ്. ഒരു ഫ്രൈ പാനിലോട്ട് 1 മുറി തേങ്ങ, അതൊന്നിങ്ങനെ അതിൻ്റെ ആ വെള്ളമയം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കണ്ടില്ലേ, തേങ്ങ ഒരു ബ്രൗൺ നിറമായപ്പം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കണേ, അല്ലെങ്കിൽ ആ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. മുളക് പൊടി കരിയിക്കല്ലേ, കണ്ടില്ലേ, അതുപോലെ ഓഫാക്കി മാറ്റി വെക്കാം. എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇതൊരു 20 ചെറിയ ഉള്ളി, പച്ചമുളക്, ഉണക്കമുളക്, വേപ്പില. ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പം ഞാൻ ആ തേങ്ങാക്കൊത്തൊന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് ആ തേങ്ങാക്കൊത്തെ ചെറിയ തീയിലിട്ട് വേണം മൂപ്പിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഉള്ളു വേവത്തില്ല, കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിലിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് കോരി മാറ്റാം. കണ്ടില്ലേ, ഈ പരുവത്തിന്. ഇനി അതേ ചട്ടിയിലോട്ട് കടുകിട്ട് ഉണക്കമുളക്, വേപ്പില, പിന്നെ 20 ചെറിയ ഉള്ളിയില്ലേ അത് 2ആക്കി പൊളന്നാണ് ഇട്ടേക്കുന്നത്, അതും കൂടി ഇട്ട് ഒന്ന് മൂക്കട്ടെ. അവിടെ ഇരുന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് ആ വറുത്ത് വെച്ച തേങ്ങ ഇല്ലേ അതൊന്ന് പൊടിച്ചെടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് മിക്സിയുടെ ജാറിലോട്ട് ആ വറുത്ത തേങ്ങ തണുക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എന്തേ കണ്ടില്ലേ, ഇങ്ങനെ എണ്ണ തെളിയും വരെയും 2-3 വട്ടം ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ വരും, നല്ല എണ്ണ തെളിഞ്ഞ് വരും കേട്ടോ. എന്നിട്ട് ആ അരപ്പ് നമുക്കൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് മിക്സാക്കി എടുക്കാം. ഇപ്പം നിങ്ങൾ ചോദിക്കും മിക്സിയിലോട്ട് എന്താ വെള്ളം ഒഴിക്കാത്തതെന്ന്, പക്ഷേ അതൊരു കളറ് കിട്ടത്തില്ല, വേറൊരു കളറായി പോകും കേട്ടോ ഈ കറിക്ക്. അതിനെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, നല്ല ഒരു കളറും കറിക്ക് നല്ല കാണാൻ നല്ല ഭംഗിയാണ് കറി. അപ്പോഴത്തേക്കും കണ്ടില്ലേ, ഉള്ളിയൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അരച്ച് വെച്ച അരപ്പില്ലേ നമ്മൾ മിക്സാക്കി വെച്ച് ആ അരപ്പ് ഒഴിച്ച് ഇച്ചിരി ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് തിളയ്ക്കാൻ വെക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി വേണം നമുക്ക് ആ പിഴിപൊളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാൻ. കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. ശരിക്കും ചോറിന് ഈ ഒരു കറി മാത്രം മതി കേട്ടോ. കണ്ടില്ലേ, ഈ പിഴിപൊളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് ഇനി നമുക്ക് ആ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവണ്ടേ. നിങ്ങളുടെ ശർക്കര ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ശർക്കര, ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തേക്കുന്നത്, എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സായി നല്ലപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ്. ഇനി ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കിയാൽ മാത്രം മതി.
കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് വെച്ചിരുന്ന് പിറ്റേന്നും ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം. നല്ല കുപ്പി ജാറൊക്കെ ഇല്ലേ, അതിലോട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചിരുന്നു ടിഫിനിലും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഉള്ളിത്തീയില കേട്ടോ. ഇരിക്കും തോറുമാണ് ഇതിൻ്റെ സ്വാദ്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചോറിനൊക്കെ പറ്റിയ നല്ലൊരു പടവലങ്ങ തോരൻ്റെ റെസിപ്പിയാണ്. ഒരു ചെറിയ പടവലങ്ങനെ ഞാൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് 3 മുറിച്ച് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരക്കപ്പ്, ചെറിയ പടവലങ്ങയല്ലേ, അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട്, നിങ്ങളുടെ എരിവിനനുസരിച്ച് കാന്താരിയോ എന്താണെന്ന് വെച്ചാൽ എടുത്തോ. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈസി, ആ അരിഞ്ഞു വെച്ച പടവലങ്ങ ഇല്ലേ, അതിലോട്ട് ഈ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ടും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് കരിവേപ്പിലയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാവേ. ഒരിച്ചിരി വെള്ളം ഒഴിക്കാവുള്ളൂ, ഇത്രയും ഒഴിച്ചിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കടുക് പൊട്ടിക്കുക, ഉണക്കമുളക് എല്ലാം ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, ആ പടവലങ്ങ കൂട്ടും ഇട്ട് കൊടുത്ത് തട്ടിപ്പൊത്തി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഓരോ പടവലങ്ങയുടെ ഇതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി അത് വെന്ത് മക്കൾക്ക് ടിഫിനും കൊടുത്ത് വിടാം, നോയമ്പിന് കഞ്ഞിയുടെ കൂടെയും കഴിക്കാം, ഓട്സിൻ്റെ കൂടെയും കഴിക്കാം. നല്ല ടേസ്റ്റി പടവലങ്ങ തോരൻ റെഡി. കണ്ടില്ലേ, ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇനി അടുത്തത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുതിര വെച്ചൊരു മെഴുക്ക് പുരട്ടിയാണ്. 1 കപ്പ് മുതിര ഞാൻ കുക്കറിലിട്ട് ഒരു 4 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള, വേപ്പില, ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയപ്പം ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് ഇട്ടേക്കണേ, പയറല്ലേ, അപ്പം ഗ്യാസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാതിരിക്കുവേ. ആ മീഡിയം സൈസ് സവാളയും വേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് വഴണ്ട് ഉപ്പും ഇട്ട്, കണ്ടില്ലേ, ഈ പരുവായപ്പോഴത്തേക്കും ഞാൻ 1 ടീസ്പൂൺ മുളക് ചതച്ചത്, ഉണക്കമുളകില്ലേ അത് ചതച്ചതും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറിയപ്പോഴത്തേക്കും ആ കുക്കറിൽ വെന്ത മുതിരയില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത്, കണ്ടില്ലേ, ചെറിയ വെള്ളത്തോടു കൂടി ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് തുറന്ന് വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അടച്ച് വെക്കണ്ട, കാരണം അത് പിന്നെയും കുഴഞ്ഞല്ലേ പോകത്തുള്ളൂ. തുറന്ന് വെച്ച് നല്ലൊരു ആവി കയറിയപ്പോഴത്തേക്കും കണ്ടില്ലേ, ചോറിന് പറ്റിയ നല്ല ടേസ്റ്റി മുതിര മെഴുക്ക് പുരട്ടി റെഡി, ചോറിനോ കഞ്ഞിക്കോ. അടുത്തത് നല്ല ടേസ്റ്റി പച്ച ഏത്തക്ക ഇല്ലേ, ഏത്തക്ക മെഴുക്ക് പുരട്ടുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാവേ. കണ്ടില്ലേ, ഒരു ഏത്തക്കാനെ ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഒത്തിരി തൊലിയൊന്നും കളയണ്ട, നല്ല വൃത്തിയാക്കി കഴുകിയെടുത്താൽ മതി. എന്നിട്ടിങ്ങനെ നീളത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയപ്പം ഒരു മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി എടുക്കാം. നല്ലപോലെ ഒന്ന് വഴലട്ടെ. ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടും വഴറ്റി നല്ലപോലെ എന്നിട്ട് ആ ഏത്തക്കയില്ലേ, പച്ച ഏത്തക്ക നമ്മൾ അരിഞ്ഞ് വെച്ചത് അത് ഊറ്റി അതും ഇട്ട് കൊടുക്കാം. നല്ലപോലെ മഞ്ഞളും സവാളയും എല്ലാം എണ്ണയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 1 കപ്പ് ഇത്രയും തന്നെ വെള്ളം ഒഴിക്കണേ. ഈ ഏത്തക്കയ്ക്ക് ഇച്ചിരി വേവുണ്ടല്ലോ, അപ്പോൾ അത്രയും വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് എടുത്ത് കേട്ടോ ഇതൊന്ന് വേവാൻ. ഒരു ഏത്തക്കയുടെ ഇതുപോലെ എടുക്കും, എനിക്കൊരു 10 മിനിറ്റ് എടുത്ത് ഇത് വേവാൻ. കണ്ടില്ലേ, ചെറിയ തീയിലോട്ട് ഇട്ടേക്കുമായിരുന്നു. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു ഏത്തക്ക മെഴുക്ക് പുരട്ടിയാണ്. കണ്ടില്ലേ, ചോറിനൊക്കെ പറ്റിയ മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് പറയുവാണേ. ബീട്രൂട്ട് എങ്ങനെ മെഴുക്ക് പുരട്ടുന്നതെന്ന് അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോ. 2 ബീട്രൂട്ട് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നീളത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയപ്പം
കണ്ടില്ലേ, ഒരു മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലൊന്ന് വഴറ്റി ഈ ഒരു പരുവായപ്പോഴത്തേക്കും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഇങ്ങനെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞെടുക്കണേ. ബീട്രൂട്ട് എളുപ്പമാണ്, പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞ് ഈ ഇതിലോട്ടിട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും സവാളയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റിയില്ലേ, അതിലോട്ട് ആ ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കണ്ടില്ലേ, മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു ഇച്ചിരിക്ക് വെള്ളം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട്, കണ്ടില്ലേ, ഇത്രയും വെള്ളമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഒന്നുമില്ല, എല്ലാം കൂടെ തട്ടിപ്പൊത്തി അവിടെ ചെറിയ തീയിലിടുമ്പം തന്നെ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി റെഡി. സ്കൂളിൽ കൊടുത്തു വിടാനും ചോറിനും കഞ്ഞിക്കും വേണമെങ്കിൽ ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റുന്ന നല്ല ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി. ഹെൽത്തി അല്ലേ? താങ്ക് യു.